ഓക്കെ. അപ്പം ദൈവത്തിന്റെ വാഗ്ദത്തവും ആണയും, ഈ വാഗ്ദത്തം ഉറപ്പിക്കുവാൻ ദൈവം നൽകിയ ആണയെക്കുറിച്ചും കൂടെയാണ് 6-ാമത്തെ അധ്യായത്തിൽ 13 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഞാൻ അതൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം എന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്നു വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത്. ആണ അവർക്ക് ഉറപ്പിനായി സകല വാദത്തിന്റെയും തീർച്ചയാകുന്നു. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു. ആ 17-ാമത്തെ വാക്യത്തിൽ ദൈവം ചെയ്ത ഈ 2 ശക്തിയുള്ള പ്രബോധനം ലഭിപ്പാൻ ഇടവരുന്ന 2 കാര്യങ്ങളെ കുറിച്ചാണ് 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഒന്ന്, വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തത്. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് യാതൊരുവിധ മാറ്റവുമില്ല. ആ വാഗ്ദത്തത്തിന്റെ അവകാശികൾ ആരൊക്കെയാണോ അവർക്ക് ആർക്കും യാതൊരുവിധ മാറ്റവും ദൈവം വരുത്തുന്നില്ല. ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്തതിന് യാതൊരുവിധ മാറ്റവും വരുത്തുന്നില്ല എന്നത് അത് പോരാഞ്ഞിട്ട് ഒന്നുകൂടെ ആണയാൽ ഉറപ്പും കൂടെ കൊടുത്തു. അപ്പം ദൈവത്തിന്റെ ആ നിർണയം, ദൈവത്തിന്റെ തീരുമാനം സുനിശ്ചിതമാണ്, അതിശക്തമാണ്, അതൊരിക്കലും മാറിപ്പോകാത്തതാണ്. അതാണ് ഈ പ്രത്യാശയിൽ മുഖരിതമാകുന്ന, വെളിപ്പെടുന്ന ഒരു ശ്രേഷ്ഠമായ വസ്തുത. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവോട് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ. ഈ പ്രത്യാശ പിടിച്ചുകൊള്ളാൻ വേണ്ടി നമ്മൾ ഓടി വരാൻ കാരണം എന്താണ്? ഈ 2 കാരണത്താൽ ദൈവം ഉറപ്പിച്ചു നൽകിയിരിക്കുകയാണ്. അങ്ങനെ പോകാത്തതും ദൈവത്തിന് ഭോഷ്ക പറവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നുവെന്ന്. എന്നിട്ടാണ് അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ആ പ്രത്യാശയെ കുറിച്ച് തന്നെയാണ് പിന്നെയും പറയുന്നത്. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ എന്ന്. അതാണല്ലോ നമ്മൾ ആദ്യം ചിന്തിച്ചു വന്നത്. നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ നമ്മളെ ബലവത്തായി നിലനിർത്തുവാനായി ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്ക് തന്നിരിക്കുന്ന ഈ പ്രത്യാശ ഏറ്റവും ശ്രേഷ്ഠമാണ്. അതൊരു കാരണവശാലും മാറിപ്പോകുന്നതല്ല, നമ്മെ പിടിച്ചു നിർത്തുന്നതാണ്. അപ്പൊ ഇവിടെയും പ്രത്യാശ പ്രവർത്തിക്കുക. പ്രത്യാശ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ പ്രത്യാശയുടെ അടിസ്ഥാനത്തിലാണ് നാം ഈ ഭൂമിയിലെ ജീവിതം നയിച്ചുകൊണ്ടേയിരിക്കേണ്ടുന്നത്. ഈ പ്രത്യാശയുടെ അടിസ്ഥാനത്തിലാണ് വാഗ്ദത്തം നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള ആ ഉൾക്കാഴ്ചയോടു കൂടിയാണ് നാം ജീവിക്കേണ്ടത്. ആ പ്രത്യാശയുടെ അടിസ്ഥാനത്തിലാണ് നാം ഈ ഭൂമിയിൽ നിലനിൽക്കേണ്ടത് എന്നുള്ളതാണ് ദൈവാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അടുത്തത് നമ്മൾ വായിക്കുന്നത് അല്പം കൂടെ ഉറപ്പിച്ച് ആ പ്രത്യാശ നമ്മെ എവിടെയാണ് എത്തിക്കുന്നത്, ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം എങ്ങോട്ടേക്കാണ് സാധ്യമാകുന്നത് എന്ന് പറയുന്നു. അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പുകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു എന്നാണ്. യേശു കർത്താവ് മുമ്പുകൂട്ടി പ്രവേശിച്ച ആ ദൈവസന്നിധി, മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പുകൂട്ടി പ്രവേശിച്ച തിരശീലയ്ക്കകത്ത് അകത്തേക്ക് കിടക്കുന്ന ആ സ്ഥലം, അഥവാ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം. കർത്താവ് എങ്ങോട്ടേക്കാണോ പോയത് ആ സ്ഥലത്തേക്കുള്ള പ്രവേശനം നമുക്ക് ലഭ്യമാവുകയാണ്. കർത്താവ് ഈ തന്റെ ജനവുമായി ഭൂമിയിലേക്ക് വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ആ സ്വർഗരാജ്യമാണ് ഇറങ്ങി വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്രകാരം നമ്മെ അതിലേക്ക് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് യാതൊരു വ്യത്യാസവുമില്ലാത്ത വിധത്തിൽ നമ്മെ ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വിധത്തിൽ ഈ പ്രത്യാശ പ്രവർത്തിക്കുന്നതിന്റെ ഒരു ചിത്രം നമുക്ക് അവിടെ കാണാം. വീണ്ടും നമുക്ക് പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ എന്നുള്ള ദൈവാത്മാവിന്റെ ശബ്ദം അതുകൊണ്ടാണ് അവിടെ വളരെ അടിവരയിട്ട് അല്ലെങ്കിൽ അരക്കിട്ടുറപ്പിച്ചത് പോലെ പറയുന്നത്. അവിടെ നിർമ്മതരായി എന്നൊരു പ്രയോഗം കൂടെ നമ്മൾ കാണുന്നുണ്ട്. നിർമ്മതരായി എന്ന് പറയുമ്പോൾ അത് സെൽഫ് കൺട്രോൾഡ് എന്നുള്ള അല്ലെങ്കിൽ ബി സോബർ എന്നൊക്കെയുള്ള ഒരു പ്രയോഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളെ തന്നെ നിയന്ത്രിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നതിന്റെ
ആവശ്യകതയെ കുറിച്ചാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. സെൽഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അഞ്ച് ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. ആ 5 ഇന്ദ്രിയങ്ങളെയും വളരെ ശ്രദ്ധയോടുകൂടെ കരുതുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി മണ്ഡലത്തിന്റെ ജീവിതം അവിടെ ആവശ്യമുണ്ട് എന്നുള്ളതും നമുക്ക് കാണാം. അപ്പൊ ഈ വിധത്തിൽ പ്രത്യാശ നമ്മിൽ പ്രവർത്തിക്കുകയാണ്. ഇനി മറ്റൊന്ന്, ഈ പ്രത്യാശ എങ്ങനെയാണ് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യാശ പ്രവർത്തിക്കാൻ എങ്ങനെ സാധിക്കും? തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 12-ഉം 13-ഉം കൂടെ ചേർത്ത് വായിക്കാം. തീത്തോസ് 2-ന്റെ 12-ഉം 13-ഉം. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. ഈ അത് എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവകൃപയെ കുറിച്ചാണെന്ന് അതിന്റെ തൊട്ട് മുകളിലത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് കാണാം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഈ ദൈവകൃപയുടെ ശിക്ഷണത്തിലാണ് പ്രത്യാശ പ്രവർത്തിക്കാൻ കഴിയുന്നത്. ഒരു വിശ്വാസിയിൽ പ്രത്യാശ അങ്ങനെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ദൈവകൃപ ഉദിച്ചത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള ആഗമനം, കർത്താവ് രക്ഷാകരമായ പദ്ധതി ഒരുക്കിയത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ രക്ഷാകരമായ പദ്ധതി ഒരുക്കി വിശ്വാസത്തിലേക്ക് വന്ന ആളുകളെ സംബന്ധിച്ച് പിന്നീടും ഈ കൃപ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് പിന്നീട് അനുദിന ജീവിതത്തിൽ നമ്മളെ നടത്തുവാൻ, നമ്മെ ഒരു ഗുരു എന്നതുപോലെ ശിക്ഷിച്ച് വളർത്തുവാനുള്ള ഒരു മാധ്യമമായി, ഉപാധിയായി കൃപ തീരുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത്, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. ഈ 2 കാത്തിരിപ്പാണ് ഈ പ്രത്യാശയുടെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. മഹാദൈവമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി, ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി, പത്രോസ് അപ്പോസ്തലൻ പറയുമ്പോൾ ജീവനുള്ള പ്രത്യാശയ്ക്കായി, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ആ പ്രത്യാശയിലെ ഒരു ഘടകം അങ്ങനെയാണ് അവിടെ നിലനിൽക്കുന്നത്. ഇതിനു വേണ്ടി കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് നമ്മുടെ പ്രായോഗിക തലത്തിലേക്ക് പിന്നെയും ഒന്നുകൂടെ ആഴ്ന്നിറങ്ങി വരികയാണ്. ഭക്തികേട് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ജീവിത മണ്ഡലത്തിലാണ് നാം ആയിരിക്കുമ്പോൾ ആ നങ്കൂരം ഇട്ടു നിൽക്കുന്ന കപ്പലിനെ തിരയും കാറ്റും കോളും ഒക്കെ ആഞ്ഞടിക്കുന്നുണ്ട് പല സന്ദർഭങ്ങളിൽ, പല ഘട്ടങ്ങളിൽ. അപ്പോൾ ഭക്തികേടെന്നുള്ള ഒരു വലിയ തിരത്തള്ളൽ സംഭവിക്കുവാൻ സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് വിശ്വാസികൾ ജീവിക്കുന്നത്. എന്നാൽ ആ ഭക്തികേട്, അതുപോലെ പ്രപഞ്ചമോഹങ്ങൾ, ഈ ദേഹം മണ്ണിൽ നിന്നുള്ളതായതുകൊണ്ട് മണ്ണിന്റെ എല്ലാ മൂലകളും ഉള്ളതായതുകൊണ്ട് എല്ലാവരുമായ പോരായ്മകളും വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രപഞ്ചമോഹങ്ങളും അടിക്കടി വരുവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് രണ്ടും മനഃപൂർവ്വമായി അങ്ങനെ ഒഴിവാക്കിക്കൊണ്ട്, വർജിച്ചുകൊണ്ട് ഈ ലോകത്തെ ജീവിച്ചു പോരേണ്ടതിന് അത് ദൈവകൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു എന്നുള്ളതാണ്. അപ്പം 3 കാര്യങ്ങൾ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുമ്പോൾ ഈ കൃപ നമ്മെ ശിക്ഷണ നടപടിയിലൂടെ കൊണ്ടുവരുമ്പോൾ 3 കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു. ഒന്ന്, സുബോധം. സോബർ എന്നുള്ള കാര്യത്തിന് അങ്ങനെ ഒരു ചിന്ത കൂടെ, നിർമ്മതരായിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സുബോധത്തെ കുറിച്ചും അവിടെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. സുബോധത്തോടുകൂടെ, പിന്നെ 2 നീതിയോടുകൂടെ, 3 ദൈവഭക്തിയോടുകൂടെ. ഭക്തികേട് സംഭവിക്കാൻ സാധ്യതയുള്ള ഈ ലോകത്തിൽ ദൈവഭക്തിയോടുകൂടെ ജീവിക്കുവാൻ ഈ ദൈവകൃപയാണ് നമുക്ക് നമ്മെ നടത്തുവാൻ, ശിക്ഷണത്തിലൂടെ നടത്തുവാൻ നമ്മുടെ കൂടെ ഉള്ളത്. സുബോധത്തിന്റെ അനുഭവത്തെ ഒരുപാട് വേദഭാഗങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കാനായി കഴിയും. സുബോധമില്ലാത്ത പ്രവൃത്തികൾ പലപ്പോഴും ഇതര ആളുകൾ ചെയ്യുന്നതായി നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സുബോധത്തിന്റെ
ആത്മീകമായ ശരിയായ ബോധ്യത്തിന്റെ ഉൾക്കാഴ്ചയുടെ ഒരു ജീവിതം നയിക്കുവാനുള്ള വ്യക്തമായ ബോധ്യമാണ് ദൈവാത്മാവ് തന്നുകൊണ്ടേയിരിക്കുന്നത്. അതുപോലെ നീതി നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായും നമ്മുടെ മരണം വരെ സൂക്ഷിക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഈ കൃപയുടെ ശിക്ഷണ നടപടികളായി നമ്മൾ കാണുകയാണ്. അപ്പോ ഇവിടെ വെളിപ്പെടുന്ന ഒരു വസ്തുത, ഈ പ്രത്യാശ പ്രവർത്തിക്കുവാനായി ദൈവത്തിന്റെ കൃപയാണ് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നത് എന്നുള്ളതാണ്. ഈ ദൈവകൃപയുടെ ശിക്ഷണ നടപടിയിൽ നമ്മൾ വിധേയപ്പെട്ട് കൊടുക്കുമ്പോൾ മാത്രമേ ഈ പ്രത്യാശ വളരെ ഭംഗിയോടുകൂടെ അഭംഗുരം പ്രവർത്തിക്കുന്നതായി എനിക്കും നിങ്ങൾക്കും അനുഭവപ്പെടുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഈ രാത്രി നമ്മൾ ചിന്തിച്ച വിഷയം വളരെ പ്രത്യാശ എന്നുള്ള വിഷയത്തിന്റെ പ്രവൃത്തിയെ കുറിച്ചുള്ളതാണ്. അത് നമ്മൾ നിരവധി വാക്യങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഈ വാക്യങ്ങളെല്ലാം പരിചയമുള്ളതാണ് എന്നിരുന്നാൽ പോലും ഈ പ്രത്യാശയുടെ ഏറ്റവും ഉറപ്പേറിയ അനുഭവത്തെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തിയുക്തം പറയുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തെ അപ്രകാരം ഒന്ന് ഏകീഭവിപ്പിക്കുവാൻ, കർത്താവിന്റെ വചനത്തിലേക്കൊന്ന് ഏകോപനം വരുത്തുവാൻ, ക്രമീകരിക്കുവാൻ ഒക്കെ ഉതകുന്ന ഒരു ആത്മീക ചിന്തയുടെ, ആത്മീക നൈർമല്യത്തിന്റെ തലത്തിലേക്ക് നമ്മെ ഒന്ന് ഉയർത്തുവാൻ ഇത് പ്രാപ്തമാകണം എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മാവിന്റെ രക്ഷ, അത് ആ വാക്യത്തോട് ചേർന്നാണ് എപ്പോഴും എന്റെ പ്രയോഗം വരുന്നത്. ദേഹിയുടെ രക്ഷ, പ്രാണന്റെ രക്ഷ എന്ന് പറയുന്ന ഈ പ്രത്യേകമായ കാര്യത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചുള്ള ഒരു തലമാണ് പ്രത്യാശ എന്ന് പറയുന്ന ഈ ഭാഗത്തിലൂടെ നമ്മൾ ചിന്തിച്ചത് എന്നുള്ളത് കൊണ്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ പ്രത്യാശ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ മേഖല നമുക്ക് വിനിയോഗിക്കാം, നമ്മുടെ ആത്മീയ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം, നമുക്ക് കർത്താവിന്റെ വചനത്തിലേക്ക് ശരിയായ നിലയിൽ എല്ലാ ചിന്തയോടും കൂടെ വന്നു ചേർന്ന് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനുള്ള എല്ലാവിധമായ ആത്മീയമായ ബോധ്യവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. അതിനുള്ള പ്രവൃത്തി പ്രത്യാശയാൽ പുറപ്പെടട്ടെ. അങ്ങനെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഈ വിശ്വാസ ജീവിതത്തിന്റെ അന്തമായ ആത്മരക്ഷ, പ്രാണരക്ഷ, ദേഹിരക്ഷ പ്രാപിക്കുവാൻ നമുക്ക് ഒരുക്കത്തോടുകൂടെ പ്രയത്നിക്കാം, സുസജ്ജരായി തീരാം. ദൈവാത്മാവ് നമ്മെ അതിനായി സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേട്ട എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ നന്ദിയും അറിയിച്ചുകൊണ്ട് വാക്കുകളോട് അവസാനിപ്പിക്കുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise the Lord. Thank you, Son of God. My Peter George from Mangod, Kasargod. Very blessed thoughts we're listening today. We're listening to the second episode on the topic salvation of soul. Very blessed message and very blessed thoughts. And we thank Son of God for the blessed message we could hear today. And we thank Brother Joy for pairing Mala Trivandrum for very blessed song we could hear today. And we welcome all of you in the Swandanam by the Dhara online platform. Platform is open every day, Monday to Friday, 9 p.m. to 10 p.m. with the same ID and same link. And all our previous ministries are available in Facebook and YouTube also. Every Monday, we have special messages by different events that are also on this platform. Every Tuesday, we unleash Sanjeevi on the topic Thessalonian. Every Wednesday, we unleash R. Soman on the topic Epistle of James. And every Thursday, we have unleashed Manoj KU on the topic Beatitude. And every Friday, we unleash Shijo George. Now, I will request